സെക്കൻഡ് വിസിൽ ഊതട്ടെ. ചേച്ചി ആവേശത്തിൽ വിട്ടുപോയതാ. ഞാൻ എന്റെ വായിരുന്നു അറിയാതെ കേട്ടതാ. അറിയാൻ പാടില്ലാത്ത പണി ചെയ്യരുത്. എന്തായാലും ഒന്നായല്ലോ. വേറെ കാര്യമുണ്ട്, നമ്മൾ ജയിച്ചേ പറ്റുള്ളൂ. എന്ത് കളിക്കാൻ നിൽക്കണ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ഇവിടെ ഞങ്ങളുടെ ടീം ജയിക്കും, ഞങ്ങൾ ജയിച്ചേ പറ്റൂ. പറയാണ്ട് വായി വിസിൽ വെച്ചോണ്ട് പറയരുത്, അത് വെറുതെ കിടന്ന് ഊതല്ലെന്ന്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഊതാം. എടി ഒന്ന് പോയി നോക്കടി കുഞ്ഞേ. ഒന്ന് ഇതില് ജയിക്കണവര് ഞാൻ തന്നെ ഊതുവേ. അത് തുറണം. രണ്ടാമത് ടൈറ്റ് ചെയ്യാം. എനിക്കറിയാം. അതങ്ങനെ ശരിയാവും. അതങ്ങനെ നിങ്ങൾ വലിക്കാൻ നിൽക്കുന്ന ആളല്ലേ? ഹലോ തമ്പിയാണ് അത് ടൈമിങ്ങിൽ അടിച്ചോളും. ഒരു നാടകത്തിന് വേണ്ടി രചന, സംവിധാനം, സ്ക്രിപ്റ്റ്, കർത്തം വരെ കിട്ടുന്ന ആളാ. എന്നോട് വേണ്ട, എനിക്കറിയാം അതിനെ കുറിച്ച്. തുടങ്ങാൻ പറ്റേ. ഞങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കഷൻ ഉള്ളു. വാ ഞങ്ങളെ ടീം മെമ്പേഴ്സ് ഒരു. അതെ, ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്ത് ഫ്രണ്ടിൽ നിൽക്കണം. മുത്ത് ഫ്രണ്ടിൽ നിന്നിട്ട് മാമനെ നോക്കി സങ്കട മുഖഭാവം കാണിക്കണം. സങ്കടം. അപ്പോൾ എന്താ വെച്ചാൽ മാമൻ തോറ്റു വരും. മാമന് വിഷമം തോന്നും മക്കളെ സങ്കടം കാണുമ്പോൾ. അതെ, റെഫറി അവിടെ നിന്നാൽ മതി. ഞങ്ങൾക്കൊരു ചേഞ്ച്. ഫസ്റ്റ് ലീഡ് വലിക്കുന്നത് മുത്ത്. മക്കളെ ഫ്രണ്ടിൽ നിന്ന് മറിഞ്ഞു വീഴും. തറ വെച്ചോ. ഫസ്റ്റ് വിസിൽ എടുക്കുന്നു, വെക്കുന്നു. എനിക്ക് കൊച്ചിനെ നിൽക്കണതിന് മുമ്പ് പോണം. എടുത്തോ. ആ ടൈറ്റ് ചെയ്തോ. വലിക്കാൻ ചന്തി കുത്തിയ വീണത് എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ? വന്ന് പിടിയടാ, വായി നോക്കി. ഇപ്പൊ നമ്മളതാണ് ജയിച്ചത്. ഫൗളാണെങ്കിൽ ഒന്നും കൂടി വലിക്കണം. വേണ്ട, നോക്കട്ടെ. ക്ലീറ്റോനെ ഒന്നും കൂടി വലിക്കാൻ പറ്റുമോ? അല്ലടാ, ചന്തി കുത്തിയ വീണക്കണം, വലിക്കാൻ പറ്റുമോ? ഓരോ കളിയും കൊണ്ട് വന്നിരിക്കുന്നത്.